പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കൂ. എത്രമാത്രം നമുക്ക് ബോധവൽക്കരണങ്ങൾ കിട്ടിയിട്ടും എത്രമാത്രം സർക്കാരും സംവിധാനങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയതെന്നും അവ വേണ്ട രീതിയിൽ സംസ്കരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നൽകുന്നുണ്ടെന്നും ഹരിതസേനാ പ്രവർത്തകർ മാസത്തിലൊരിക്കൽ നമ്മുടെ വീടുകളിൽ വന്ന് അവ ശേഖരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ള വിവരമൊക്കെ നമുക്കറിയാം. നമ്മുടെ വീടുകളിൽ അവർ വരാറുണ്ട്. എന്നിട്ടും ചില ആളുകൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് ഇതുപോലെ കടകളിൽ നിന്നുള്ള വേസ്റ്റുകൾ, അതുപോലെ തന്നെ വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇതുപോലെ അലക്ഷ്യമായി സമീപത്തുള്ള ഓടകളിലും മറ്റും കൊണ്ട് നിക്ഷേപിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് മഴക്കാലമായപ്പോൾ ഈ ഓടകളിൽ കൂടി, ഈ വെള്ളത്തിൽ കൂടി എല്ലാ മാലിന്യങ്ങളും, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചാലിയാർ പുഴയിലേക്ക് ഒഴുകിപ്പോയി ചാലിയാർ മലിനപ്പെടുന്ന ഒരു വളരെ ഭീകരമായ അവസ്ഥയാണ് നമ്മൾ കുറെ കാലം കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അലിക്കാക്കാക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ പിന്നെ മനസ്സിന് ഭയങ്കര വിഷമമാണ്. അദ്ദേഹം ഉടനെ തന്നെ അതിനെന്തെങ്കിലും പരിഹാരങ്ങൾ കാണും. അദ്ദേഹം തന്നെ ഇറങ്ങിയ ഓടയിലൊക്കെ ഇറങ്ങിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് വേണ്ട സ്ഥലത്ത് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അലിക്കാക്കാൻ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമൊന്നും അല്ലെന്ന് നമുക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും നല്ല മനസ്സും കൂട്ടായ പരിശ്രമവും ബോധവൽക്കരണവും ശരിയായ രീതിയിലുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു സന്ദേശം പൊതുസമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃശ്യങ്ങളെ അപ്ലോഡ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കണ്ടല്ലോ, നോക്കൂ. അലക്ഷ്യമായിട്ട് ഓടകളിലേക്കും മറ്റു പൊതുസ്ഥലങ്ങളിലേക്കും വലിച്ചെറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ നമുക്കൊക്കെ നല്ല ബോധമുണ്ട്. ഒരുപാട് ബോധവൽക്കരണങ്ങൾ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുന്നവരും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് അറിയാം. പക്ഷെ എന്നിട്ടും നമ്മൾ എന്തേ മാറാത്തത്? അവിടെയാണ് മനോഭാവങ്ങൾ വളർത്തിയെടുക്കുന്നതിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഉത്തമ പൗരനായി ജീവിക്കണമെങ്കിൽ അതിനാവശ്യമായ ശേഷികളും ധാരണകളും മനോഭാവങ്ങളും വളർത്തിയെടുക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയിൽ തന്നെ പരിസ്ഥിതി മലിനീകരണത്തിന്റെ കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് അതിൻ്റെ കണ്ടന്റുകൾ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലവിധ പ്രവർത്തനങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെ അത് ചെയ്യുന്നുണ്ട്. പ്രവൃത്തിപഥത്തിൽ വരുമ്പോൾ ഇതാണ് അവസ്ഥ. ഇത് നോക്കൂ. ഇപ്പോൾ അരിക്കാക്ക ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അരിക്കോട്ടെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൈപ്പക്കുളം പ്രദേശത്തെ ഓടകളിലേക്ക് ആളുകൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അദ്ദേഹം ശേഖരിച്ചിട്ട് അത് വേണ്ട രീതിയിൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും മാസത്തിലൊരു തവണ പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഗ്രീൻ വോളണ്ടിയേഴ്സ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ വരാറുണ്ട്. അപ്പോൾ നമുക്കൊരു മാസത്തേക്കുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൊത്തം നമുക്ക് ശേഖരിച്ച് വെച്ചാൽ അവരെ ഏൽപ്പിച്ചാൽ മതി. എന്നാൽ ഈ പ്രശ്നം വരില്ല. പക്ഷേ അതിൽ നമ്മൾ മെനക്കെടില്ല. ചിലപ്പോൾ അവർക്ക് ഒരു 50 രൂപ കൊടുക്കേണ്ടി വരുന്നുള്ള അതുകൊണ്ടായിരിക്കാം, അതിനുള്ള മടി കൊണ്ടായിരിക്കാം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കവറുകളിലാക്കിയിട്ട് ഇതുപോലെ അലക്ഷ്യമായിട്ട് പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത്. നോക്കൂ, എന്ത് ക്രൂരതയാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര ബോധവൽക്കരണങ്ങൾ കിട്ടിയിട്ടും നമ്മൾ മാറുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് മാത്രമല്ല, സമീപ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ ചവറുകളൊക്കെ അടിച്ചു വാരുന്ന കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കൂട്ടിയിട്ട് കത്തിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതിനെതിരെയൊക്കെ കർശനമായ നിയമവ്യവസ്ഥകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് ബോർഡ് എഴുതി വെച്ചെടുത്ത് തന്നെയാണ് കൂടുതൽ മാലിന്യങ്ങൾ കാണപ്പെടുന്നത്. അപ്പം നമ്മുടെ മനസ്സുകൾ മാറുമ്പോൾ മാത്രമേ ഇതൊക്കെ മാറുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അരിക്കാക്കാൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ സന്ദേശം ജനങ്ങളിലൊക്കെ എത്തിക്കണം. ഇത്രയൊക്കെ സൗകര്യങ്ങൾ സർക്കാർ പഞ്ചായത്തൊക്കെ ചെയ്തു തന്നിട്ടും നമ്മളത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേണ്ട രീതിയിൽ ശേഖരിച്ച് അത് പഞ്ചായത്തിലെ ചുമതലപ്പെട്ടവരെ ഏൽപ്പിക്കാതെ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ സംസ്കരിക്കാതെ നമ്മൾ ഇത്തരം സമൂഹത്തിന് ദ്രോഹകരമായിട്ട് ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ടുള്ള രീതിയിൽ പരിസ്ഥിതിയെ ഏറ്റവും അധികം മലിനപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആ ഒരു മനോഭാവത്തിൽ നമ്മളെല്ലാവരും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും സന്ദേശവും. ആ സന്ദേശം പൊതുസമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.